ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും രോഗങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും നിരാശരാകാറുണ്ട്. ശരീരത്തിന് ബലം ക്ഷയിക്കുമ്പോഴും മനസ്സ് ആകുലപ്പെടുമ്പോഴും താങ്ങായി ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. സങ്കീർത്തനക്കാരനായ ആസഫ് തൻ്റെ ജീവിതത്തിൻ്റെ കഠിനമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്: എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു, ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നുവെന്ന്. ലോകത്തിലെ തിന്മകൾ വർദ്ധിക്കുന്നതും ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നതും കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് ഇളകിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ അവന് ബോധ്യമായി, ഈ ലോകത്തിലെ സമ്പത്തോ ആരോഗ്യത്തിലോ ഒന്നുമല്ല, മറിച്ച് ദൈവമാണ് തൻ്റെ ഏക ആശ്രയമെന്ന്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയ്യോബിൻ്റെ ജീവിതം. അതിസമ്പന്നനും നീതിമാനുമായിരുന്ന ഇയ്യോബിന് തൻ്റെ മക്കളെയും സമ്പത്തിനെയും അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു. മാത്രമല്ല, അവൻ്റെ ശരീരം മുഴുവൻ മാരകമായ രോഗത്താൽ ക്ഷയിച്ചുപോയി. തൻ്റെ മാംസവും ഹൃദയവും ഒരുപോലെ ക്ഷയിച്ചപ്പോൾ ഇയ്യോബ് ആ അവസ്ഥയിലും പറഞ്ഞത്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്നാണ്. തൻ്റെ ജീവിതത്തിലെ സകല ഓഹരികളും നഷ്ടപ്പെട്ടപ്പോഴും ദൈവം തൻ്റെ നിത്യമായ ഓഹരിയാണെന്ന് അവൻ വിശ്വസിച്ചു. ഒടുവിൽ ദൈവം അവനെ ഇരട്ടിയായി അനുഗ്രഹിക്കുകയും അവൻ്റെ തളർച്ച മാറ്റുകയും ചെയ്തു. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തകിടം മറിഞ്ഞേക്കാം, ആരോഗ്യം ക്ഷയിച്ചേക്കാം, പ്രിയപ്പെട്ടവർ കൈവിട്ടേക്കാം. എന്നാൽ അചഞ്ചലമായ ഒരു പാറ പോലെ ദൈവം നമുക്ക് താങ്ങായിരിക്കും. അവൻ മാറാത്തവനാണ്. ലോകത്തിലെ ഓഹരികൾ താൽക്കാലികമാണ്, എന്നാൽ ദൈവം നൽകുന്ന ഓഹരി നിത്യമാണ്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ശാരീരികമായ തകർച്ചകളിലും അവിടുന്ന് ഞങ്ങളെ പാറയായിരിക്കണമേ. മനസ്സ് മടക്കുമ്പോഴും ഹൃദയം ഭാരപ്പെടുമ്പോഴും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ ലോകത്തിലെ നശ്വരമായ കാര്യങ്ങളിലല്ല, മറിച്ച് നിത്യമായ ദൈവമായ അങ്ങിൽ മാത്രം ഞങ്ങളുടെ ഓഹരി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കി അങ്ങയോട് കൂടെ നടക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.